ഗുഡ് മോർണിംഗ്. അപ്പം നല്ല മഞ്ഞാണ്, നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു ദോശ തിന്നിട്ട് വരാം. ഓക്കെ, അവിടെ ഇന്ന് വെതർ ഫോർകാസ്റ്റിങ്ങിൽ കണ്ടിട്ടുണ്ട് 2 ദിവസം യെല്ലോ അലേർട്ടാണ് ഇവിടെ, ഭയങ്കര മഞ്ഞായിരിക്കും എന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വണ്ടിയുടെ അവസ്ഥ കാണിച്ചു തരാം. തട്ടി ഞാൻ അടുത്തതായി നമുക്ക് വിഷ്ണു സ്നോ തട്ടി മാറ്റുന്നത് നമുക്കിനി കാണാം. രണ്ട് കൈ യൂസ് ചെയ്യും. അരമണിക്കൂർ എടുത്ത് ഇവിടം വരെ എത്താം. ഇതാണ് നമ്മുടെ ദോശ ഫീസ്റ്റ്. നമുക്ക് ഇത് രണ്ടും ഇട്ടാം. പിന്നെ വേണമെങ്കിൽ ഒരു പിന്നെടുക്കാം. എന്തായത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. നല്ല സംഭവം. എന്നും ഇങ്ങനെ വയറു നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. ആക്രാന്തം കാണിക്കണേ. ഇത് ആരും എടുക്കുന്നു പോകുന്നില്ല, ഒന്ന് പതുക്കത്തില്ല. തക്കാളി, കോക്കനട്ട്, സാമ്പാർ, കോക്കനട്ട് ചട്നി ഭയങ്കര ക്രിസ്പി. ദോശയൊക്കെ കഴിച്ചു. ഇനി എന്തായാലും ഇവിടെ വരികയല്ലേ, വേറൊരു സാധനം എടുക്കാം. കാണിച്ചു തരാം. നല്ല പൂരി ഭാജി, ഇതും കൂടി വെച്ചിടാം. ഓക്കെ, നല്ല വലിയ എൻ്റെ ഫേസിൻ്റെ അത്ര വലിപ്പമുള്ളൂ. നമുക്കിതും കൂടി വയറ് ഓൾറെഡി നടന്നിരിക്കാം. ഇത് കഴിയാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. ദോശയും പൂരിഭാജിയൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡാണ്. ഓക്കെ, കാൽഗറിയിൽ ഉണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റാണ് ദോസ ഫീസ്റ്റ്. ഓക്കെ, അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണ്ട, ലഞ്ചും വേണ്ട. നമ്മളിവിടെ നിന്ന് ഇറങ്ങാതെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്. സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഈ ലൊക്കേഷനിലോട്ട് വരാം. ഞാൻ ലൊക്കേഷൻ പിൻ ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, തണുപ്പ് അത്രയൊന്നും ഇല്ല, -18 തോന്നുന്നു. ഓക്കെ, അപ്പോൾ ബൈ.